എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ രാഹുലിനെ നേരിട്ട് ഒരൊറ്റ പരിപാടിക്ക് ബേപ്പൂർ വെച്ചിട്ട് ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രം കണ്ടിട്ടുള്ളൂ. അല്ലാതെ പിന്നീടുള്ള സമയങ്ങളിലൊന്നും എനിക്ക് മോശമായ അനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് അറിയാവുന്ന നേരിട്ട് ഇക്കാര്യം, അതായത് ഈ രാഹുലിൽ നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരോ വനിതാ പ്രവർത്തകരോ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനുണ്ടായിരുന്ന കമ്മിറ്റിയിലുള്ള സ്ത്രീകളോട് തന്നെ അവൻ പലതരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലുള്ള സമയത്തുള്ള വനിതാ നേതാക്കന്മാരോട്, അതായത് അവൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതേ ഭാഗമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറിമാരായിട്ട് ഒരുപാട് വനിതകൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് വ്യക്തമായിട്ട് അറിയാം. ഒരുപാട് വനിതകൾ ഇപ്പോഴും ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ഒരുപാട് വനിതകൾ ഇപ്പോഴും തീർച്ചയായിട്ടും രാഹുലിനെ ന്യായീകരിച്ച് ഇപ്പോഴും പോസ്റ്റുകൾ ഇടുന്നു, അവർക്ക് വേണ്ടി അഡ്വാൻറ്റായിട്ട് രംഗത്ത് വരുന്നു. സിനിമാ നടികൾ പോലും അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, അവരോട് കൂടുതൽ ഇടപഴകി താൻ ഇത്തരക്കാരനല്ല എന്ന് തെളിയിക്കാനൊക്കെ ശ്രമിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ എങ്ങനെ കാണുന്നു? ഞാൻ അത്തരം കാര്യങ്ങളെ ഒട്ടും എന്താ പറയുക വലിയ ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന ആളുകൾക്കൊപ്പമാണ്. കാരണം ഇതിൽ പ്രതികരിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പം എന്നെപ്പോലെ പുറത്ത് പറഞ്ഞു വരാൻ പറ്റാത്ത, ഇപ്പം സോഷ്യൽ മീഡിയയിലടക്കം ഒരു പെൺകുട്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ക്രൂരമായി ആക്രമിക്കുന്നതെന്ന് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റാത്ത നിശബ്ദമായ കരച്ചിലുകൾ ഒരുപാട് നമ്മുടെ പിന്നിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശബ്ദിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർക്ക് മുന്നോട്ട് വരാനും അവർക്കൊരു സമാധാനമെങ്കിലും ആവാനും ആണ് ശ്രമം എന്ന്. താങ്കളുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു എഴുത്തുകാരി അല്ലേ? അവർ ഈ രാഹുലിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം തുറന്നു പറഞ്ഞവരിൽ ഒരാൾ അവർ കൂടിയായിരുന്നു. അവരോട് മെസ്സേജ് പോയ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒരു MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയിൽ യാത്ര ചെയ്യാൻ സഖാവായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിനോട് സംസാരിക്കേണ്ട ഒട്ടും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ആ ചാറ്റ് പോലും, ഞാൻ ഇത്രയും സ്ത്രീകളോട്, ഞാൻ ഈ സഖാവായ ഈ സ്ത്രീയോട് പോലും സംസാരിക്കുന്നു, അവരെൻ്റെ ചാറ്റിങ്ങിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് കേമത്തം പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഹണി ഭാസ്കരൻ പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ശ്രീലങ്കയിൽ യാത്ര പോകാൻ ഒരു MLA ആയ ഒരു വ്യക്തിക്ക് ഹണി ഭാസ്കരനോട് ചോദിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതെന്തിനാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം.